ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അവിടുത്തെ തന്ത്രിയെ കട്ടിളപ്പടി കേസിലാണ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട കേസിലും തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്തു. രണ്ട് കേസിലും തന്ത്രി പ്രതികളായി. തന്ത്രിയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ കൊടിമരം പുതുക്കി പണിതു. പക്ഷേ യഥാർത്ഥത്തിൽ 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കൊടിമരം നിർമ്മാണം ആരംഭിച്ചത്. പഴയ കൊടിമരം മഹാരാജാവ് കൊടുത്തതാണ്. അതിൽ ഒരു വാജിവാഹനം ഉണ്ടായിരുന്നു. അഷ്ടദിക്പാലകർക്ക് ഒപ്പം ആ വാജിവാഹനത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു. തന്ത്രിക്ക് കൊടുക്കുന്ന പ്രതിഫലം പടിത്തരമെന്നാണ് സാധാരണ പറയുന്നത്. അത് ദക്ഷിണയല്ല, പ്രതിഫലമെന്നാണ് SIT പറയുന്നത്. എന്തായാലും അതൊരു ഡിസ്പ്യൂട്ടായ കാര്യമാണ്. തന്ത്രിക്ക് കിട്ടുന്നതെല്ലാം അത് തീർച്ചയായിട്ടും പടിത്തരം തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു ശമ്പളത്തിൻ്റെ ഭാഗമല്ല, അത് അവിടെ വരുന്ന ജനങ്ങൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് SITയുടെ ആ നിഗമനത്തോട് യോജിക്കാൻ കഴിയില്ല. ഏതായാലും 2017 കൊടിമരം പുതുക്കി പണിതപ്പോൾ അതിലുണ്ടായിരുന്ന പഞ്ചലോഹ വിഗ്രഹ ഭാഗത്തിന് 11 കിലോ തൂക്കമുണ്ട്. ആ 11 കിലോ തൂക്കമുള്ള പഞ്ചലോഹത്തിൻ്റെ പുറത്ത് അവിടെ സ്വർണം പൂശിയിരുന്നു. അത് കാലപ്പഴക്കം കൊണ്ട് മഹാരാജാവ് സ്ഥാപിച്ചതായിരുന്നു. പഴയ കൊടിമരവും വാജിവാഹനവും അത് കാലപ്പഴക്കം കൊണ്ട് അത് ശോഭയില്ലാതെ പോവുകയും അതിന് ദ്രവിച്ചു പോകാൻ തുടങ്ങുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടിമരം പഞ്ചലോഹ വിഗ്രഹത്തിൽ മാറ്റി സ്ഥാപിച്ചത്. അതിനകത്തുണ്ടായിരുന്ന വാജിവാഹനം കൊടിമരത്തിൽ നിന്ന് അഴിച്ച് അത് തന്ത്രിയെ ഏൽപ്പിച്ചിരുന്നു. തന്ത്രി അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നു. SIT കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ആ വാജിവാഹനം കണ്ടെടുത്തു. അത് വിജിലൻസ് കോടതിയിലെ തൊണ്ടിയായിട്ട് ഹാജരാക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 മാസമായി അവിടെ നെയ്യ് വിൽപ്പനയിൽ 35 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് കൂടെ നടന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ആടിയ നെയ്യാണ് 35 ലക്ഷം രൂപയ്ക്ക് വിറ്റത്. അഭിഷേകത്തിന് ശേഷമുള്ള നെയ്യെന്നാണ്, നെയ്ക്കാണ് ആടിയ നെയ്യ് എന്ന് പറയുന്നത്. മണ്ഡലം മകരവിളക്ക് കാലത്ത് എന്ന് പറഞ്ഞാൽ നവംബർ 17 മുതൽ ഡിസംബർ 26 വരെ മണ്ഡലവിളക്ക് കാലം. ഡിസംബർ 26 കഴിഞ്ഞാൽ 27 മുതൽ ജനുവരി 2 വരെ അതും മണ്ഡലകാലമാണ്. ഈ കാലഘട്ടത്തിലാണ്, ഈ ഇത്രയും ദിവസത്തെ കാലഘട്ടത്തിലാണ് ഈ ആടിയ നെയ്യ് 35 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ്. സർവ്വ ഏരിയയിലും ശബരിമലയിൽ തട്ടിപ്പ് മാത്രമാണ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും കൂടി ചെയ്യുന്നതെന്ന് കൃത്യമാണ്. അതൊരു തട്ടിപ്പിൻ്റെ മേഖല തന്നെയാണ്. കട്ടിൽപ്പട കേസിലും ദ്വാരപാലക ശില്പ കേസിലും തന്ത്രിയെ പ്രതിയാക്കി അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് സ്വർണത്തിൻ്റെ ഏതെങ്കിലും അംശം മോഷ്ടിച്ചെടുത്തതിൻ്റെ സ്വർണമായിട്ടോ അതോ തുകയായിട്ടോ കിട്ടിയെന്നുള്ള ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല. ഏതായാലും 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരുന്ന കോൺഗ്രസ്സുകാരനാണത്. ആ കാലഘട്ടത്തിലാണ്. ഏതായാലും ആ കേസിനകത്ത് ജാമ്യം പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തെങ്കിലും പലരും ജാമ്യം ലഭിക്കാൻ വേണ്ടി കോടതിയിൽ പോയിട്ട് ആർക്കും തന്നെ ജാമ്യം ലഭിച്ചിട്ടില്ല. തന്ത്രിയുടെ കാര്യത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 2 കേസിലും അദ്ദേഹത്തിനെ പ്രതിയാക്കിയെങ്കിൽ 2 കേസിലും അദ്ദേഹത്തിന് ജാമ്യം എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം വെട്ടിച്ചുകൊണ്ട് പോയ സ്വർണത്തിൻ്റെ പങ്കോ അതിൻ്റെ പണത്തിൻ്റെ പങ്കോ കൈപ്പറ്റിയതായിട്ട് ഇതുവരെ തന്ത്രിയുടെ പേരിൽ ഒരു വാർത്തയും വന്നിട്ടില്ല എന്നാണ്. എന്തായാലും ഈ അന്വേഷണം കുറേ നാളുകൂടെ SIT നടത്തേണ്ടിയിരിക്കുന്നു. കാരണം
ഓരോ ദിവസം ചെല്ലുന്തോറും തട്ടിപ്പുകളുടെ ഏരിയ കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ മേഖലകൾ ഇപ്പം ഈ അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന ആടി നെയ്യ് അത് മിച്ചം വരുന്നത് 35 ലക്ഷം രൂപയ്ക്ക്. അത് മോഹവിലയാണ്. കൊടുക്കുന്ന ആ 35 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക കേസ് ചിലപ്പോൾ എടുത്തേക്കും. അങ്ങനെ സർവ്വ മേഖലയിലും വെട്ടിപ്പാണ്. ഈ നെയ്യ് വെട്ടിച്ചത് ആരാണ്, അത് പ്രത്യേക കേസെടുക്കണമെന്ന് പറയുന്നത് അത് ഏതായാലും ഈ അടുത്ത നാളിൽ നടന്നൊരു വെട്ടിപ്പാണ്. 2019 അതായത് 2-3 മാസത്തെ വെട്ടിപ്പാണ്. ആടി നെയ്യ് 35 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നത്. കഴിഞ്ഞ 2 മാസത്തെ നെയ്യ് വിൽപ്പനയ്ക്ക് തന്നെ 35 ലക്ഷം രൂപ വെട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നെയ്യ് വിൽപ്പനയുടെ തോത് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. എന്തായാലും അന്വേഷണം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രതികൾക്കാർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് തന്ത്രിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലുമാണ്. ശങ്കർദാസിൻ്റെ അറസ്റ്റ് ഇതുവരെ നടപ്പാക്കിയില്ല. അദ്ദേഹം ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്, അദ്ദേഹം അബോധാവസ്ഥയിലാണെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലായാലും ശരി അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ജാമ്യത്തിന് മൂവ് ചെയ്തിട്ട് കോടതി അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കട്ടെ, തടസ്സമില്ല. എങ്കിലും അദ്ദേഹത്തിനെ അറസ്റ്റ് ഉൾപ്പെടുത്തേണ്ടി വരും, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അതൊക്കെ നടത്തുന്നതിന് തടസ്സമില്ല. കസ്റ്റഡി മാത്രം ചോദിക്കേണ്ട. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് കരുതുന്നത്.